കാണാൻ സഹായിച്ചത് വളരെ വളരെ നല്ലതാണ്. എക്സാംസിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യാണ്. അപ്പം ഈ അൺലീഷ് യുവർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു സെഷൻ ഇന്ന് നമുക്ക് ശ്രീജിത്ത് നായർ സർ നമുക്ക് വേണ്ടി ഇപ്പം പ്രസന്റ് ചെയ്യും. അതിനു മുന്നേ ജസ്റ്റ് ഒരു 1 second ലെറ്റ് us bow our heads in prayer. ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു. സോ ഇന്ന് നമ്മുടെ ഈ സെഷൻ നിങ്ങൾക്കായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഇസാഫ് ഫൗണ്ടേഷന്റെ സാന്ത്വന എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഇതൊരു മെന്റൽ ഹെൽത്ത് അവയർനെസ് പ്രോജക്റ്റ് ആണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്. മേ ബി പോസിബിളി ഈ ഒരു സെഷന് ശേഷം നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വേറൊരു സെഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഹൗ യു ക്യാൻ ഇംപ്രൂവ് വിത്ത് യുവർ റിലേഷൻഷിപ്സ്, ഹൗ യു ക്യാൻ ഇംപ്രൂവ് യുവർ ഗോൾസ്, ഹൗ യു ക്യാൻ ഇംപ്രൂവ് യുവർ മോട്ടിവേഷൻ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ ഒരു അവസരത്തിൽ സംസാരിക്കാം. അപ്പം ഇസാഫ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും അറിയില്ല. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് നിങ്ങൾ കുറച്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ബോർഡൊക്കെ. അപ്പം ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഒരു CSR പ്രോജക്ട്സ് എന്ന് നമ്മൾ പറയും. CSR പ്രോജക്ട്സ് എന്നാണ് നമ്മൾ പറയുന്നത്. CSR പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വലിയ കമ്പനികളൊക്കെ ചെറിയൊരു എമൗണ്ട് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് നീക്കി വെക്കും. നീക്കി വെക്കുന്ന തുക കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഇടയിൽ നമുക്കൊക്കെയുള്ള സമൂഹത്തിൽ നന്മ വരാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ CSR പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ ഇസാഫ് ഫൗണ്ടേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മണ്ണുത്തിയിലാണ്, തൃശ്ശൂരാണ്. ഞാൻ തൃശ്ശൂരാണ് ഉള്ളത്. അപ്പം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, പല സ്റ്റേറ്റ്സിൽ, അബൌട്ട് 10 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഇസാഫ് ഫൗണ്ടേഷന്റെ ഓപ്പറേഷൻസ് ഉണ്ട്. കുട്ടികളുടെ ഇടയിലുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ്, പിന്നെ അഗ്രി സെക്ടർ, കൃഷി, ഫാമ പ്രൊഡ്യൂസർ കമ്പനി, അങ്ങനെയുള്ള പല പല സേവനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നീട് ഊർജ്ജബന്ധു സോളാർ ഏരിയയിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല 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 കാര്യങ്ങൾ ഇസാഫ് ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എടുക്കാനായിട്ട് നമുക്ക് ശ്രീജിത്ത് എസ് നായർ സാറാണ് നമ്മുടെ കൂടെയുള്ള. സാറിനെ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വിൻ സാറിനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ഓൾ വൺസ് അഗൈൻ. പ്രത്യേകിച്ച് ഞാൻ സമയം വൈകുന്നില്ല. പ്രത്യേകിച്ച് ഈ സെഷന്റെ പ്രത്യേകത, പിള്ളേരെല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് CBSE എക്സാംസും ഓൾറെഡി മോഡൽസ് നടന്നുകൊണ്ടിരിക്കുന്നു. +2കാർക്ക് ലാബ് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടത് ഒരു 1000 പേരൊക്കെ ജോയിൻ ചെയ്യേണ്ടതാണ് ഇന്ന്. പക്ഷേ വളരെ പരീക്ഷയുടെ കുറച്ച് വൈകിപ്പോയി ഈ സെഷൻ. നമുക്ക് അടുത്ത വർഷങ്ങളിലൊക്കെ നേരത്തെ നമുക്ക് സാറിന്റെ സെഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ശ്രീജിത്ത് സാർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് എത്ര പേർക്ക് ശ്രീജിത്ത് സാറെ ഓൾറെഡി അറിയാം? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചോദിക്കായിരിക്കും നല്ലത്, എത്ര പേർക്ക് അറിയില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ. അപ്പൊ എനിവേ, അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് സാറെ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഒത്തിരി പേര് അറിയാത്തവർ ഞാൻ കണ്ടു ഇതിനകത്ത്. ഒത്തിരി പുതിയ സ്റ്റുഡൻസ് ഇതിനകത്തുണ്ട്. ഒത്തിരി രജിസ്ട്രേഷൻസ് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് പാലക്കാട് KBS അക്കാഡമി ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ആണ്. പ്രത്യേകിച്ച് സാർ അതിന്റെ ഫൗണ്ടറാണ്, ഓണറാണ്. മോർ ദാൻ ദാറ്റ് ഹീസ് എ ടീച്ചർ. പ്രത്യേകിച്ച് സാറെ പാലക്കാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ പാലക്കാട്ടുകാരല്ലാത്തവര് ഈ ക്ലാസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ മുതിരാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയധികം കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു നല്ല ഒരു മെന്റർഷിപ്പ് കൊടുക്കാനായിട്ട് ഒരു റൈറ്റ് പേഴ്സൺ ഈസ് വിത്ത് അസ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് സമയം ഒന്നും ദീർഘിപ്പിക്കാതെ തന്നെ ഈ ഒരു പ്രത്യേകിച്ച് പരീക്ഷയുടെ ഇടവേളയിൽ കുട്ടികൾക്ക് നല്ല മാർഗദർശിയാവാനായി പ്രത്യേകിച്ച് ഒരു ഷോർട്ട് ടൈമിൽ എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഞാനീ പറയാൻ കാരണം, എൻ്റെ മോൻ 10ാം ക്ലാസ് പഠിക്കാം. ഓക്കെ. അവനൊന്ന് മോഡൽ പരീക്ഷയ്ക്ക് പോയില്ല. ഓക്കെ. ചെറിയ പ്രശ്നം എന്നുള്ള പേരിൽ
അവൻ ഇന്ന് പരീക്ഷയ്ക്ക് പോയില്ല. ഓക്കെ, അപ്പം പഠിക്കാത്ത കുട്ടിയൊന്നുമല്ല, പഠിക്കുന്ന കുട്ടി തന്നെയാണ്. പക്ഷെ ഹി മിസ്ഡ് 1 എക്സാം. അപ്പം ബിക്കോസ് ഓഫ് വാട്ട്? ഒരു ചെറിയ പനി പേടിച്ച് വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ ജലദോഷം പിടിച്ച് വീട്ടിലിരിക്കുന്നു. അപ്പം നമ്മുടെ മൈൻഡും നമ്മുടെ ഫോക്കസും ഒക്കെ മാറാവുന്ന, ഒരു പഠിക്കുന്ന കുട്ടി എന്ന് അഹങ്കരിക്കുന്നവർ പോലും നമ്മുടെ ഫിസിയോളജിക്കലായും നമ്മുടെ സൈക്കോളജിക്കലായും ഒരു മിനിറ്റ്, ഞാൻ AI ടൂൾസ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. യെസ്, അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് പണി കിട്ടാവുന്ന ഒരു പരീക്ഷ സീസൺ ആണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ ഹമ്പിളായി നമ്മൾ ഈ അറ്റൻഡ് ചെയ്യുന്ന 200ഓളം വിദ്യാർത്ഥികൾ നമ്മളിവിടെ ഇപ്പൊ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വളരെ അറ്റൻറ്റീവായിട്ട് ഈ സെഷൻ സാറിൻ്റെ നിന്ന് കേൾക്കാം. എങ്ങനെ ഈ ഒരു കാലയളവ്, പരീക്ഷാ സമയം വളരെ വൃത്തിയായും വളരെ ഫോക്കസ്ഡായും ചെലവഴിക്കാം, ഈ പരീക്ഷ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം എന്നുള്ളത് സാറിൻ്റെ നിന്ന് കേൾക്കാം. ഓവർ ടു യു ശ്രീ സർ. ഒരു മിനിറ്റ് ഞാൻ സാർ AI ടൂള് Advait MS is again and again he is putting on his whiteboard, maybe because of without his knowledge, so don't disturb him. Advait മോനെ നിന്റെ കൈ അറിയാതെ തട്ടിയിട്ട് വൈറ്റ് ബോർഡ് ഓൺ ആവുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്നത് ഒന്ന് ശ്രദ്ധിച്ചേക്ക്. സാറേ നമുക്ക് സെഷൻ തുടങ്ങാം. ഇനി നമുക്ക് കയ്യിൽ ഇരിക്കേണ്ട, സാർ എന്നെ സ്പോട്ട്ലൈറ്റ് ചെയ്ത് വിട്ടോളൂ. ഇനി അവന്റെ കൈ തട്ടി അറിയാതെ വരുമ്പോൾ ഞാനൊന്ന് നോക്കിക്കോളാം. ഓക്കെ സാർ, എന്നെ ഒന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്തോളൂ. Yeah. So my dear students, here we go. Let us rush into the session. Already in the morning or session ഉണ്ടായിരുന്നു, afternoon ഒരു leadership session ഉണ്ടായിരുന്നു, third session. Already I am having throat infection. This is not my voice. Anyway, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് future generation of India or allies future India, I am going to address future India. പൊന്നു മക്കളെ, ഭാരതത്തിന്റെ ഭാവിയോടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് വളരെ ഇന്ററാക്റ്റീവ് സെഷനാണ് സാർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു മാജിക്കോ ഒരു ബാക്കി എന്തെങ്കിലും ഒരു റോക്കറ്റ് സയൻസോ ഒന്നും സാർ പറയാൻ പോകുന്നില്ല. രണ്ട് റിക്വയർമെന്റ് സാർക്കുള്ളൂ. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇനി നമുക്ക് ഗുഡ് ഈവനിങ്ങിൽ കാര്യമില്ല, പറ്റുമെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ വേൾഡ് അല്ല, നമുക്ക് കുറച്ചുകൂടി ഒരു ഇമോഷൻ കണക്ട് ആവണമെങ്കിൽ ഫ്യൂച്ചർ ഇന്ത്യ എന്ന് പറയണം. ഫ്യൂച്ചർ ഇന്ത്യ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോകം ശ്രദ്ധിക്കുമല്ലോ നിങ്ങളെ. ഓക്കെ, യെസ്, ഹിയർ വി ഗോ. ഞാൻ കുറെ മാജിക്കുകളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. രണ്ട് റിക്വയർമെന്റ് എൻ്റെ പൊന്നുമക്കൾ, അനിയന്മാരും അനിയത്തിമാരും, രണ്ട് ഹെൽപ്പ് മാത്രം എനിക്ക് ചെയ്തു തരണം. ഒന്ന്, നിങ്ങൾ മിക്കവരും നോട്ട്ബുക്കും പെന്നും എടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, സാഹചര്യം ഉണ്ടെങ്കിൽ എടുത്ത് കയ്യിൽ വെക്കണം. ഞാൻ ഈ സ്ലൈഡിൽ ഇല്ലാത്ത കുറേ സാധനങ്ങൾ, സ്ലൈഡിൽ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ ഞാൻ പറയും. ആ പറയുന്ന സമയത്ത് ഒന്നൊന്ന് പെട്ടെന്ന് നോട്ട് ചെയ്യണം. രണ്ട്, ചാറ്റ് ബോക്സ് നന്നായിട്ട് ഉപയോഗിക്കണം. ഒരു അക്ഷജും തൊപ്പി എന്ന് പറഞ്ഞ ആളുമാണ് നമുക്കറിയാത്തത്. ഐ ഡോണ്ട് നോ വെദർ ഈസ് റിയൽ നെയിം ഓർ നോട്ട്, വാട്ട് ഇറ്റ് മേ ബി. വെൽക്കം തൊപ്പി ടു മൈ സെഷൻ. വിത്ത് ഡ്യൂ റെസ്പെക്ട് ഐ വെൽക്കം യു. ഓക്കെ, യെസ്, എടുത്തു സാർ, എല്ലാം സെറ്റാണ്. ഗ്രേറ്റ്. സോ ലെറ്റ് us go, my dear students. Here we go. My first question. ഇന്നത്തെ സെഷന്റെ ക്രക്സ് എന്ന് പറയുന്നത്, ക്ഷീണിച്ചു വന്നേ, 2 സെഷൻ കഴിഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ എനർജി കുറവ്, കാര്യമാക്കണ്ട. ഓക്കെ, ഇന്നത്തെ സെഷന്റെ ക്രക്സ് എന്ന് പറയുന്നത്, നമ്മള് മിക്കവരും എക്സാമിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കേണ്ട കുറച്ച് ചെക്ക് ലിസ്റ്റ്. ശരിക്കും ഇന്നത്തെ സെഷന് നിങ്ങൾ നോട്ട്ബുക്കിൽ ഫസ്റ്റ് എഴുതേണ്ട തലക്കെട്ട് അൺലീഷ് യുവർ സ്റ്റുഡന്റ് പൊട്ടൻഷ്യൽ, അക്കാഡമിക് പൊട്ടൻഷ്യൽ, അതൊക്കെയാണ് നമ്മുടെ സെഷന്റെ പേര്. ബട്ട് ഐ വിൽ സജസ്റ്റ് യു see so many students are posting irrelevant chat. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചാറ്റ് എനിക്ക് മാത്രം കാണാൻ പാകത്തിന് സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഡിസ്കഷൻസ് അറിയാതെ പോകും. മനോജ് KCB എവിടെ? സി ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ടാസ്ക്. മൈ ഡിയർ സ്റ്റുഡൻസ്, കുറച്ച് സമയത്തേക്ക് എൻ്റെ പൊന്നു മക്കളെ ഒന്ന് സഹായിക്കടാ. അടുത്ത 1/2 മണിക്കൂർ ഒന്ന് നമ്മൾ ടോപ്പിക് ആയിട്ട് റിലവന്റ് ആയ മെസ്സേജ് മാത്രം ഇട്ടുകൂടെ? ഓക്കെ, യാ അഭിഷേക്, പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എൻ്റെ പൊന്നു മക്കളെ ഒന്ന് പ്ലീസ്
പ്ലീസ് പ്ലീസ്. യെസ്, കലക്കി. ഇതാണ് തലമുറ. ഗ്രേറ്റ് 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 ഗ്രേറ്റ്. അതാണ് പിള്ളേർക്കുള്ള സ്നേഹം. യെസ്, ഹിയർ വി ഗോ. പൊന്നു മക്കളെ, ഇന്നത്തെ സെഷന്റെ ശരിക്കത്തെ പേര് അൺലോക്ക് യുവർ അക്കാഡമിക് പൊട്ടൻഷ്യൽ എന്നൊന്നല്ല സാർ ഉദ്ദേശിക്കുന്നത്. സാർ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ചെക്ക് ലിസ്റ്റ്, ഫൈനൽ ചെക്ക് ലിസ്റ്റ് ഫോർ സ്റ്റുഡൻസ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഇതെല്ലാം ഞാൻ സെറ്റാണോ എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കുറച്ച് പോയിന്റ്സും കുറച്ച് ചോദ്യങ്ങളും അവസാനത്തെ 2 മെത്തേഡ് ഈസി ആയിട്ട് പഠിക്കാനുള്ള സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള 2 ഗിഫ്റ്റ്, 2 മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് 2 സ്ലൈഡിൽ പറയാൻ പോണത്. ഹൗ മെനി ഓഫ് യു ആർ റെഡി ഫോർ ദാറ്റ്? ലാസ്റ്റ് 2 സ്ലൈഡില് സാറ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള 2 ഈസി ടെക്നിക്, സയന്റിഫിക് ടെക്നിക്. പെട്ടെന്ന്. Good. Very happy. I am very happy. Here we go, my dear students. My first question is, standing on this 28th January, what is your plan towards your exam? What is the plan for your exam? What is the plan that you have to face your exam? Exam face ചെയ്യാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? Point number 1. Point number 2, ഇനി പ്ലാൻ ഇല്ല, പ്രശ്നമാണ്, ടെൻഷനാണ്, മറവിയാണ്, സ്ട്രെസ് ആണ്, വിൻസാർ പറഞ്ഞ പോലെ പേടിയാണ്, എന്തൊക്കെയാണെങ്കിലും സാർ ഇനി പറയാൻ പോകുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഒരു സ്റ്റുഡന്റിന് വേണ്ട ക്വാളിറ്റി എന്താ? അതെല്ലാം ശരിയാക്കി തരാം. ഫസ്റ്റ് ഒരു സ്റ്റുഡന്റിന് വേണ്ട ക്വാളിറ്റി എന്താ? Please tell me. First quality that a student should possess. It is not determination, it is not behavior, it is not concentration. More than that. My dear students, here is the first key. ഇത്രയും ദിവസം നിങ്ങൾ എങ്ങനെ എന്നുള്ളത് ഒരു മാറ്റർ അല്ല. ഇനി നമ്മൾ എക്സാമിനെ കമ്മിറ്റ്മെന്റോടുകൂടി കാണണം. Exam should be your first commitment. How many of you agree with me? ഡിസിപ്ലിനും സെൽഫ് കോൺഫിഡൻസും ഡെഡിക്കേഷനും ഒക്കെ അവിടെ ഇരിക്കട്ടെ, ലവ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആരോടാണ് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ്? കമ്മിറ്റ്മെന്റ് ഈസ് മോർ ദാൻ സെൽഫ് ഡിസിപ്ലിൻ. Commitment is something that is more than discipline. Commitment is something which is more than what you called your seriousness. Commitment is something which is more than what you called love for studies, etc. My dear students, the first key factor that you should possess towards your exam is commitment. Yes. എന്താണ് കമ്മിറ്റ്മെന്റ്? അപ്പൊ ചോദിക്കും, എനിക്കിപ്പോ കമ്മിറ്റ്മെന്റ് ഇല്ലേ സാർ, എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല സാർ, എനിക്ക് ഡിസ്ട്രാക്ഷൻ ആണ് സാർ. അങ്ങനെ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കണുള്ളൂ. ഒരു യുദ്ധം വരുമ്പോൾ നമ്മളുടെ അതിർത്തി കാക്കുന്ന, ബോർഡർ കാക്കുന്ന ഒരു ആർമി മാന്റെ കമ്മിറ്റ്മെന്റ് നമുക്ക് പരീക്ഷ വരുമ്പോൾ നമ്മൾ കാണിക്കണം, അല്ലെങ്കിൽ കാണിക്കുന്നുണ്ടോ നിങ്ങൾ? ദിസ് ഇസ് മൈ ഫസ്റ്റ് ചെക്ക് ലിസ്റ്റ്. നിങ്ങൾക്കൊരു അസുഖം വരുമ്പോ, ഒരു സീരിയസ് പ്രശ്നം വരുമ്പോ നിങ്ങളുടെ പാരന്റ്സ് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്, are you showing towards your exam? Are you showing towards your studies? No. At least. Yes. Good. My dear students, let me tell you, ഈ അവസാന സമയത്ത് ഒരു കുട്ടി സ്വയം ചെക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് കമ്മിറ്റ്മെന്റ്. അപ്പൊ കമ്മിറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കമ്മിറ്റ്മെന്റിന്റെ ഉള്ളിൽ കുറച്ച് സബ് ടോപ്പിക്സ് ഉണ്ട്, അത് ഞാൻ പറയട്ടെ. ആർ യു റെഡി? ആർ യുസൈർ, അഭിഷേക്, ആകാശ്, യശസ്വിനി, രാഹുൽ കൃഷ്ണ, ശ്രീരാം, ഓക്കെ, and what about Akshay and Topi? I need your response, my dear students. Please respond. Yes. Maharani, Kaushik, Akshay. Yeah, here we go. Safwana, Swati Krishna. Great. കമ്മിറ്റ്മെന്റിന്റെ സബ് ടോപ്പിക്സ്. കമ്മിറ്റ്മെന്റ് സാർ ഉദ്ദേശിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് സാർ കുറെ കമ്മിറ്റ്മെന്റ്, പക്ഷെ എന്താണ് നമുക്ക് അറിയാം. എന്നാലും വാട്ട് ഈസ് കമ്മിറ്റ്മെന്റ്? എങ്ങനത്തെ കമ്മിറ്റ്മെന്റ്? ആസ് എ സ്റ്റുഡന്റ്, വാട്ട് കമ്മിറ്റ്മെന്റ്, വാട്ട് ഡിറ്റർമിനേഷൻ ഷുഡ് ഐ possess, ഷുഡ് ഐ ഷോ? യെസ് Topi, താങ്ക് യു Topi, ഫുൾ പവർ, താങ്ക് യു സോ മച്ച്. യെസ്, ഹിയർ വി ഗോ. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോ ഫസ്റ്റ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് എടുത്ത കമ്മിറ്റ്മെന്റ് വൃത്തിയാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് ചെക്ക് ലിസ്റ്റില് you need to write commitment, and behind that and or below that you should specify quality people can show commitment. I know all students who are sitting before me behind the screen are 100% commitment students. That's why I addressed you as future of India. Did you get me? എന്റെ മുന്നിലിരിക്കുന്ന ഇത്രയും സ്റ്റുഡൻസ് 100 അല്ല 150 അല്ല 200% കമ്മിറ്റഡ് ആണ്. കാരണം they are having certain quality. എങ്ങനെ എനിക്ക് മനസ്സിലായി ഞങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ള ആളുകളാണെന്ന്? എടാ, ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടടാ കേരളത്തില്. അതിൽ 220 പേരാണെന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്ത സെഷനിൽ only 220 students are attending, are making use of this opportunity. Why? Because they are having certain quality. Do you agree with me or not? Please tell me, do you agree with me or not? ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അതിൽ നമ്മൾ 200 ചില്ലാനം പേരാണ് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാമെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തത്, ചിന്തിച്ചത്. സോ ദാറ്റ്സ് വൈ മൈ ഡിയർ സ്റ്റുഡൻസ്, യു ആർ ഹാവിംഗ് എ ക്വാളിറ്റി. രണ്ടാമത്തെ, യു ഷുഡ് പോസസ് എ റിയലിസ്റ്റിക് ഗോൾ ഓർ ഡ്രീം. നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് റിയലിസ്റ്റിക് ആയിട്ട്. ഇപ്പൊ എല്ലാ സബ്ജക്റ്റിലും തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് Topi, I will get back to you after 10 minutes. Please let me finish this if you don't mind. Topi, with your permission, can I move ahead, please? Yeah, here we go. So quality, കമ്മിറ്റ്മെന്റിന്റെ താഴെ വരുന്ന സബ് ഡിവിഷൻസ് ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് കമ്മിറ്റ്മെന്റ് കാണിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ സബ് ഡിവിഷൻ റിയലിസ്റ്റിക് ഗോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിലും തോറ്റുകൊണ്ടിരിക്കുകയാണ് സാർ ഞാനിപ്പോ, പക്ഷെ എനിക്ക് എല്ലാത്തിലും ഫുൾ A+ വാങ്ങണം. മേ ബി പോസിബിൾ. ബട്ട് ആദ്യം നമ്മൾ കമ്മിറ്റ്മെന്റ് ഇടുന്ന സമയത്ത് റിയലിസ്റ്റിക് ഗോള് നടത്താൻ പറ്റുന്ന സാധനങ്ങളെ നമ്മൾ എടുക്കാവൂ. ഇതൊക്കെ നിങ്ങൾക്ക് പുതിയതായിരിക്കും. മൂന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ കളർ മാറ്റിയിടാം. കമ്മിറ്റ്മെന്റിൽ നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ വലിച്ചെഴുതിക്കോട്ടോ, എന്റെ ബോർഡിൽ സ്ഥലം കഴിയും, എന്റെ എഴുത്ത് ചെറുതായതുകൊണ്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ്, മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോണ്ട് ഓവർലോഡ് യുവർ സെൽഫ്സ്. എല്ലാവരും എക്സാം സമയത്ത് ഓവർലോഡഡ് ആവും. വൈ യു ആർ ഗെറ്റിംഗ് ഓവർലോഡഡ്? ഒരുപാട് ഐഡിയാസ്, ഒരുപാട് ബ്രെയിൻ സ്റ്റോമിങ്. മനസ്സിൽ 10,000 ഐഡിയ പൊട്ടുന്ന സമയമാണ് നന്നാവാൻ തീരുമാനിക്കുന്ന സമയം. ഒരാള് നന്നാവാൻ തീരുമാനിക്കുന്ന സമയം ഈ ഒരു വർഷത്തെ അല്ല, ജനിച്ചപ്പോ തൊട്ട് ഇന്ന് വരെയുള്ള സകലമായ ഐഡിയാസും നമ്മുടെ മൈൻഡിൽ വരും. ഈ ഐഡിയാസും ഫ്ലാഷസും കാരണം വി വിൽ ബി ടോട്ടലി കൺഫ്യൂസ്. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് വരുന്ന ഐഡിയ കൂടാതെ ഇപ്പൊ ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്ക് പേജിലും ഇഷ്ടംപോലെ വേറെ ഐഡിയാസ്, വേറെ ടീച്ചർമാരുടെ ഉപദേശം വേറെ, ഫ്രണ്ട്സിന്റെ ഉപദേശം വേറെ, കസിൻസിന്റെ ഉപദേശം വേറെ, അച്ഛൻ്റെ അമ്മയുടെ ഉപദേശം വേറെ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, please try and make sure that you are not getting overloaded. Did you get me, my dear students? No one is going to tell you like this. No one is going to tell you all these things, my dear students. In order to show commitment, in order to show your real commitment, you should not get overloaded. Keep in mind, please take down this. ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് കമ്മിറ്റ്മെന്റ് കാണിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു റിയലിസ്റ്റിക് നേടിയെടുക്കാൻ പറ്റുമെന്ന് 100% ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ കമ്മിറ്റ് ചെയ്യേണ്ടത്. അതിനോട് മാത്രമായിരിക്കും നമ്മൾ കമ്മിറ്റ് ചെയ്യേണ്ടത്. 3, നിങ്ങളെ ഓവർലോഡ് ചെയ്യാതിരിക്കണം. ഈ ഓവർലോഡിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത് സബ്ജക്ട് കൂട്ടരുതെന്നല്ല, പറയാന്ന് വരുന്ന കുറെ ഐഡിയാസ് ഒന്നും നിങ്ങൾ കയറ്റി തലി വെച്ച് കൺഫ്യൂസ് ആകരുത്. Did you get me, my dear students? Did you get me? Yeah, of course. 3 കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. 4, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളുടെ എക്സാം കഴിയുന്നത് വരെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളുടെ കമ്മിറ്റ്മെന്റിനായിരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ഹിയർ ഓൺവേർഡ്സ് our first and most priority should be the most committed
ആക്ടിവിറ്റി, ദാറ്റ് ഈസ് അവർ സ്റ്റഡീസ്. ഇവിടുന്ന് അങ്ങോട്ട് ഈ സെക്കൻഡ്, ഈ മിനിറ്റ്, ഈ അവറിന്റെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കണം? സ്റ്റഡീസ് ആയിരിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി. ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ് വെച്ച് മുന്നോട്ട് പോയാൽ, ഈ കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് ചെക്ക് ലിസ്റ്റോട് കൂടി മുന്നോട്ട് പോയാൽ വളരെ ഹാപ്പി ആയിരിക്കും. കുറെ പേര് സെഷന്റെ ഇടയിൽ കൂടെ പഠിക്കാനുള്ള ഷോർട്ട് കട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ലാസ്റ്റ് 2 സ്ലൈഡില് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള ക്ലൈമാക്സിൽ ലാസ്റ്റ് അവസാനത്തെ 2 സ്ലൈഡ്സിൽ ഐ ആം ഗോയിങ് ടു ഷെയർ യു ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടെക്നിക്സ്, ഈസി മെത്തേഡ്സ് ഫോർ സ്റ്റഡി. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യ്. Let me finish this. Yes. Good. Yes. Here we go. First priority എന്തായിരിക്കണം? Studies. First priority study ആവുമ്പോ ബാക്കിയുള്ള നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി സ്റ്റഡീസ് ആവുമ്പോൾ നമ്മളുടെ ബാക്കിയുള്ള ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രയോറിറ്റീസിനോട് മുഖം നോക്കി നോ പറയാനുള്ള ചങ്കൂറ്റുണ്ടാവും. ഫസ്റ്റ് പ്രയോറിറ്റി അത് പന്ത് കളിയാവാം, ഫോൺ നോക്കലാവാം, സർഫിംഗ് ആവാം, ഇൻസ്റ്റ യൂസ് ചെയ്യലാവാം. My dear students, when you are getting into a commitment, you should have the guts, you should have the courage to say no to the other priorities, and our studies should be our first commitment. Exactly, Topi, you are right. You should able to say no. അതെല്ലാം പറഞ്ഞുതരാം രാമ, അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. Let us see. Let us move 20 minutes more, then we can finalize. Yes. അപ്പോ നോ പറയാനുള്ള ഒരു പിന്നെ കമ്മിറ്റ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു അടിപൊളി കമ്മിറ്റ്മെന്റിലെ സായിപ്പ് OP, I will tell you a very good method to get rid of your mobile phone. So please wait. Okay, I will get back to you. Yes, Manoj Vennakara പറ്റുണ്ടോ? Yes, no. So the final commitment stage is, my dear students, you should prefer progress over perfection. ഇപ്പൊ സാറ് എത്ര സബ് ടോപ്പിക്സ് എഴുതി, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോവാതെ ചില ആളുകളുണ്ട് ആദ്യത്തെ ചാപ്റ്റർ വെച്ചിരിക്കും. ഈ ചാപ്റ്റർ ഞാൻ ഓരോ സെന്റൻസും ഓരോ വേർഡും തീർത്തിട്ടേ ഈ ചാപ്റ്ററിൽ നിന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് പോകുള്ളൂ, ഈ സബ്ജക്ട് തീർന്നിട്ടേ ഞാൻ അടുത്ത സബ്ജക്ട് പഠിച്ചു തുടങ്ങുള്ളൂ, ഇനി എനിക്ക് കിട്ടുന്നെങ്കിൽ എനിക്ക് ഫുൾ A+ വേണം. അങ്ങനെയുള്ളവർക്കാണ് ഈ കാര്യം. മൈ ഡിയർ സ്റ്റുഡൻസ്, ഓൺ ദിസ് കമ്മിറ്റ്മെന്റ് സ്റ്റേജ് യു ഷുഡ് ഫോക്കസ് ഓൺ പ്രോഗ്രസ് ദാൻ പെർഫെക്ഷൻ. 100% തീർക്കുന്നതിലല്ല. യു ഷുഡ് ഫോക്കസ് ഓൺ പ്രോഗ്രസ്. ഇന്നലത്തെ എന്നേക്കാൾ നാളത്തെ ഞാൻ ബെറ്റർ ആയിരിക്കണം. പ്രോഗ്രസ് ഉണ്ടാകണം. ഡേ ബൈ ഡേ പ്രോഗ്രസ്. ബെറ്റർ ദാൻ ബിഫോർ. BTB എന്ന് പറയും. BTB, വാട്ട് ഈസ് ദാറ്റ്? ബെറ്റർ ദാൻ ബിഫോർ. തൊട്ട് മുന്നിലുള്ള എന്നേക്കാൾ നാളത്തെ ഞാൻ, ഇന്നലത്തെ എന്നേക്കാൾ നാളത്തെ ഞാൻ ബെറ്റർ ആയിരിക്കണം. അല്ലാതെ പെർഫെക്ഷനിസത്തിനോട് പോകരുത്. That's all about commitment. How many of you got all these 6 topics, subtopics of commitment? സാറേ, കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 6 ചെക്ക് ലിസ്റ്റ് ഉണ്ട്, 6ഉം ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി സെഷൻ കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്നുകൂടി നോക്കിക്കോളാം. സൂര്യജിത്ത്, സുരേഷ്, വെരി ഗുഡ്. യശസ്വിനി, വെരി ഗുഡ്. അനുഷ്ക, വെരി ഗുഡ്. ആദർശ് പി, വെരി ഗുഡ്. രാമൻ, വെരി ഗുഡ്. വിഷ്ണുജി, വെരി ഗുഡ്. അഭിഷേക്, വെരി ഗുഡ്. Yeah. Good. Here we go. Okay. അപ്പോൾ നമ്മളൊരു 6 കമ്മിറ്റ്മെന്റിൽ തന്നെ, കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കമ്മിറ്റ്മെന്റ് അറിയാം, പക്ഷെ അതിന്റെ താഴെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ക്വാളിറ്റി ഉള്ള ആൾക്ക് കമ്മിറ്റ്മെന്റ് കാണിക്കാൻ പറ്റുള്ളൂ. റിയലിസ്റ്റിക് ഡ്രീം, ഗോൾ സെറ്റ് ചെയ്യണം. നമ്മൾ ഓവർലോഡ് ആവാതെ നോക്കണം. വേണ്ടാത്ത ഐഡിയാസ്, ചെറമറ വരുന്ന ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസ് ഒന്നും ലാസ്റ്റ് സമയം കയറ്റി വിടരുത്. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഏതിനാണോ കമ്മിറ്റ്മെന്റ് കൊടുത്ത് അതിനായിരിക്കണം. അതുകൊണ്ട് തന്നെ മറ്റുള്ള സാധനങ്ങൾക്ക് നമ്മൾക്ക് നോ പറയാനുള്ള ഗട്സ് ഉണ്ടാവണം. യു ഷുഡ് പ്രിഫർ പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. പെർഫെക്ഷനേക്കാൾ കൂടുതൽ പ്രോഗ്രസിന് വേണം. ബെറ്റർ ദാൻ ബിഫോർ. ഇന്ന്
ചൊവ്വാഴ്ച ഉള്ള എന്നേക്കാൾ, ചൊവ്വാഴ്ച ഉള്ള റെയ്ഹാനേക്കാൾ ബുധനാഴ്ചത്തെ റെയ്ഹാൻ ബെറ്റർ ആയിരിക്കണം. ചൊവ്വാഴ്ചയുള്ള സായിപ്പിനേക്കാൾ ബുധനാഴ്ചയുള്ള സായിപ്പ് ബെറ്റർ ആയിരിക്കണം. ചൊവ്വാഴ്ചയുള്ള ഏഡിയേക്കാൾ. യെസ്, യെസ്, good, good. My dear students, if possible, please avoid the chatting among yourself. So that will create so many issues, and I am also getting distracted. Okay, so please. Yes. Let me show some slides here. Wait. So please wait. I hope you could see my screen, right? Right? മിൻസറ് കാണുന്നുണ്ടല്ലോ അല്ലെ സ്ക്രീന്? കാണാം. ഇനി കുറച്ചു നേരത്തേക്ക് ചാറ്റ് ബോക്സ് സാർ ഒന്ന് മൈൻഡ് ചെയ്യണേ, ചാറ്റ് ബോക്സ് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, കാരണം ഒരു കുട്ടിക്ക് പോലും ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യപ്പെടാതെ പോകരുത്, അതുകൊണ്ടാണ്, അല്ലാതെ പ്രശ്നക്കാരെ പിടിക്കാനല്ല. ഓക്കെ, സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഹിയർ വി ഗോ. ആദ്യം തന്നെ ഞാൻ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ഇതിലുള്ളതിനേക്കാൾ എക്സ്പ്ലനേഷൻ ഞാൻ തന്നു കഴിഞ്ഞു. കമ്മിറ്റ്മെന്റ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ്. പക്ഷെ ആദ്യം തന്നെ സ്ലൈഡ് ഇട്ടിട്ട് നിങ്ങളെ ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ സ്വന്തം ശബ്ദം, എന്റെ സ്വന്തം കൈയക്ഷരം വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തരാന്ന് പറഞ്ഞിട്ടാണ്. The next one is, my dear students, this is the next point. After self-discipline, after commitment, the next point is self-discipline. ആരൊക്കെ ഒന്ന് കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു എനിക്കിനി വേണ്ട ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് സെൽഫ് ഡിസിപ്ലിൻ. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഓരോരുത്തർക്ക് സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതെ പോകുന്നതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ചെക്ക് ലിസ്റ്റിലെ സ്റ്റുഡന്റ് ചെക്ക് ലിസ്റ്റിലെ രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പ്രയോറിറ്റി, മൈ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് മീ ടെൽ യു, സെൽഫ് ഡിസിപ്ലിൻ. പലർക്കും പല ആൻസർ ആണ് സെൽഫ് ഡിസിപ്ലിനോട് ഉണ്ടാവുക. ലെറ്റ് മീ ടെൽ യു വാട്ട് ഐ മീൻ ബൈ സെൽഫ് ഡിസിപ്ലിൻ, മൈ ഡിയർ സ്റ്റുഡൻസ്. സെൽഫ് ഡിസിപ്ലിൻ മീൻസ് പലർക്കും പലതും തീരുമാനിക്കും, പക്ഷെ അതിനോടൊന്നും കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. Let me tell you one thing, self-discipline and consistency, consistency are interrelated. How many of you agree with me? Self-discipline ഉള്ള ആൾക്ക് മാത്രമേ കൺസിസ്റ്റൻസി കാണിക്കാൻ സാധിക്കുള്ളൂ. How many of you agree with me? Please respond. സാറേ, സെൽഫ് ഡിസിപ്ലിനും കൺസിസ്റ്റൻസി, സ്ഥിരത, ഇത് രണ്ടും പരസ്പരം ബന്ധമുള്ളതാണ് സാർ. സെൽഫ് ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും പരസ്പരം ബന്ധമുണ്ട്. ഞാൻ ഇതിനൊരു പുതിയ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരേണ്ടത് എവിടെയാണെന്ന് ഞാൻ പറയാം. സെൽഫ് ഡിസിപ്ലിൻ വരാൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഡ്രൈവ്സ് യു. എന്താ ഈ വാട്ട് ഡ്രൈവ്സ് യു? ആ സ്ലൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഡിഫൈൻ യുവർ മോട്ടിവേഷൻ. വാട്ട് ഡ്രൈവ്സ് യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നിന്നെ ഡ്രൈവ് ചെയ്യുന്നതല്ല, എന്താണ് നിന്നെ ഡ്രൈവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കുറച്ച് കുട്ടികൾക്ക് ഞാനൊക്കെ വളരെ 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 ഹാർഡ്ഷിപ്സ് അനുഭവിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അതേപോലെ ചിലവരുടെ ഒരു ഡ്രൈവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കുടുംബത്തെ രക്ഷപ്പെടുത്തണം, അച്ഛന്റെയും അമ്മയുടെയും ബാധ്യതയെല്ലാം തീർക്കണം, നല്ലൊരു ലൈഫ് വേണം, നല്ലൊരു വീട് വേണം, നല്ലൊരു കാറ് വേണം, നല്ലൊരു ലൈഫ് സ്റ്റൈൽ വേണം, ബ്രാൻഡഡ് സാധനങ്ങൾ. ഇതായിരിക്കാം ചിലവർക്കുള്ള ഡ്രൈവ്. നേരെ മറ്റു ചിലവർക്ക് എന്തായിരിക്കും, എനിക്ക് നല്ല മാർക്ക് വാങ്ങിയാൽ അച്ഛൻ ഇന്നത് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നത് കിട്ടും, എനിക്ക് റെക്കഗ്നിഷൻ കിട്ടും, എനിക്ക് കുറെ മെമന്റോസ് കിട്ടും, എന്റെ ഫോട്ടോ പേപ്പറിൽ വരും, സ്കൂളിൽ മുഴുവൻ ഞാൻ അറിയപ്പെടുന്ന ആളോ. ഇതാവും ചിലവർക്കുള്ള ഡ്രൈവിംഗ് ഫോഴ്സ്. മറ്റു ചിലവർക്ക് എന്റെ മുഖം രക്ഷിക്കല്, അച്ഛന്റെയും അമ്മയുടെയും സ്വന്തക്കാരുടെയും റിലേറ്റീവ്സിന്റെയും മുന്നിൽ മാന്യമായ മാർക്ക് വാങ്ങണം എന്നുള്ളതാവാം ചിലരുടെ ഡ്രൈവ്. സോ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡ്രൈവ്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇനിയും നിങ്ങളുടെ ഡ്രൈവ് എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ യു ഷുഡ് ഫൈൻഡ് വാട്ട് ഈസ് യുവർ ഡ്രൈവ്. ആ ഗോളിനേക്കാളും പ്രത്യേകത, അതായത് നിന്റെ മനസ്സിൽ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിന്നെ വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഡ്രൈവ് എന്ത് എന്ന് ചിലപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും, നീ +2 ഫുൾ A+ വാങ്ങും, നിന്നെ ഫുട്ബോൾ ക്യാമ്പിൽ കൊണ്ടുവിടാം,
നീ +2 ഫുൾ A+ വാങ്ങ്, സ്പോർട്സ് സ്കൂളിൽ വിടാം. നീ +2 ഫുൾ A+ വാങ്ങ്, 10th ഫുൾ A+ വാങ്ങ്, നിന്നെ മ്യൂസിക് കോളേജിൽ വിടാം. സോ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഡ്രൈവ്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മളെ വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആ സാധനം എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇല്ലെങ്കിൽ ഇന്നെങ്കിലും കണ്ടെത്തണം എന്താണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡ്രൈവ്. 2011 ലോകകപ്പ് വാങ്ങി, ലോകകപ്പ് കയ്യിലേന്തി നിൽക്കുന്ന ധോണിയോട് ആ ആങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് ഡ്രൈവ്സ് യു ടു ദിസ് ട്രോഫി? എന്താണ് നിങ്ങളെ ഈ ട്രോഫിയിലേക്ക് ഇത്രയും സൂപ്പർബായിട്ട് പരാജയമില്ലാതെ ഒരു തോൽവി പോലും വാങ്ങാതെ 2011 ലോകകപ്പ് നിങ്ങൾ കയ്യിൽ വാങ്ങി നിൽക്കുന്ന ഈ അഭിമാന നിമിഷത്തിലെ വാട്ട് ഡ്രൈവ് യു? നിങ്ങൾക്ക് എന്താണ് ഒരു ഇതിനുള്ള ഒരു ഫയർ എന്തായിരുന്നു ചോദിക്കുമ്പോ മഹേന്ദ്ര സിംഗ് ധോണി അവിടെ പറയുന്ന ഒരു ആൻസർ ഉണ്ട്. ഇന്ത്യ എല്ലാ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിക്കറ്റ് കളിക്കാരനായ സച്ചിൻ ടെണ്ടുൽക്കറിന് ജന്മം കൊടുത്ത ഇന്ത്യ എന്ന ഈ മഹാരാജ്യം, നമുക്ക് ഈ രാജ്യത്തിലെ ആളുകൾക്ക് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ അവസാനത്തെ വേൾഡ് കപ്പാണ് 2011 വേൾഡ് കപ്പ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ഈ ലോകകപ്പ്. അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ബഹുമാനമായിരുന്നു ഈ ലോകകപ്പ്. അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ബഹുമതിയാണ് നമ്മുടെ ടോക്കൺ ഓഫ് ലവ് ആണ് വേൾഡ് കപ്പ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 11 പേരും ഇതിനു വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആ ഡ്രൈവിംഗ് ഫോഴ്സ് എന്തായിരുന്നു? സച്ചിൻ എന്ന് പറയുന്ന ലോകോത്തര ക്രിക്കറ്റ് കളിക്കാരന്, ക്രിക്കറ്റ് ഇതിഹാസത്തിന് ഒരു ടോക്കൺ ഓഫ് ലവ്, ടോക്കൺ ഓഫ് റെസ്പെക്ട് അല്ലേ, ടോക്കൺ എന്താ പറയുക, അവരുടെ ഫുൾ സ്നേഹം ഓരോ ഭാരതീയന്റെയും വേണ്ടി ആ വികാരം ഉൾക്കൊണ്ട് അതായിരുന്നു ഞങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് മഹേന്ദ്ര സിംഗ് ധോണി അവരോട് പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇത്ര മാർക്ക് വാങ്ങണമെങ്കിൽ 80%, 90% ഫുൾ A+ മാർക്ക് വാങ്ങണമെങ്കിൽ ഞാൻ അവിടെ എത്തണം എന്ന് എന്നെ വലിച്ചു കൊണ്ടുപോകാൻ പോകുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് ഇന്ന് തന്നെ നിങ്ങൾ ചെക്ക് ലിസ്റ്റിൽ കൊണ്ടുവരണം. ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? പ്ലീസ് പോസ്റ്റ് ഓൺ ചാറ്റ് ബോക്സ് മൈ ഡിയർ സ്റ്റുഡൻസ്. I need to watch your chat box, please. How many of you agree with me? Sir, today itself I am going to find my drive. Sir, today itself I am going to find my drive. How many of you are ready to find your drive towards your success, my dear students? Yes, so many students. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നിങ്ങളെ ഉപദേശിക്കും, ഒരുപാട് പേര് നിങ്ങളെ വഴക്ക് പറയും, ഒരുപാട് പേര് നിങ്ങൾക്ക് ഐഡിയാസ് പറയും. പക്ഷെ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ശ്രീജിത്ത് സാറാണ്. So please keep in mind, my dear students, it is your future. So please identify your drive force today itself. This is not like actual motivation class. This is not a motivation class. Actually, this is a class which is directly depending on your future. So get ready, my dear students. Find your drive, identify your drive. If you are having no drive, please consult your teachers, please consult your parents, please consult your mentors, my dear students. They can help you. If you are not having any drive, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡ്രൈവും ഇല്ലെങ്കിൽ you can depend on your teachers, mentors, parents. They will tell you what may be or what should be your drive in my life. Okay, you got the point, my dear students? Say yes or no? Yes. സെൽഫ് ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും കാണിക്കേണ്ട ഒരാള് അടുത്തത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്, യു ഷുഡ് ഗെറ്റ് റീഡ് ഓഫ് യുവർ ഇമോഷൻസ്. പഠിക്കാനിരിക്കുമ്പോ ഫ്രണ്ട് വിളിച്ചു പറയും, ആ ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടുമായിട്ടുള്ള ഉടക്ക് നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ നീ നിന്റെ ഇമോഷൻ വിൽക്കുകയല്ല വേണ്ടത്. നിനക്ക് നന്നായിട്ട് മനസ്സിലാവണം, എനിക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, എനിക്ക് നല്ലൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ എൻ്റെ പ്രയോറിറ്റിയില്, എൻ്റെ കമ്മിറ്റ്മെന്റില്, എൻ്റെ കൺസിസ്റ്റൻസി ലിസ്റ്റില്, എൻ്റെ സെൽഫ് ഡിസിപ്ലിൻ ലിസ്റ്റില് ഈ പറയുന്ന ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ 1 മിനിറ്റിലോ 2 മിനിറ്റിലോ കോൺവെർസേഷൻ മതിയാക്കിയിട്ട് I will be back into my goal. My dear students, let me tell you, I will say what is commitment. നമ്മുടെ ഗോളിനെ സഹായിക്കാത്ത എല്ലാ ഡിസ്കഷൻസും, നമ്മുടെ ഗോളിലേക്ക് ഉപകരിക്കാത്ത എല്ലാ കോൺവെർസേഷൻസും, നമ്മുടെ ഗോളിലേക്ക് ഉപകരിക്കാത്ത, നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എന്നെ സഹായിക്കാത്ത ഞാൻ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും, it is irrelevant, my dear students. Please find out those things and you just delete all these things from your dictionary, my dear students. Did you get me, my dear students? Did you get me or not?
I am asking you. My dear students, please tell me. Yeah, of course. Good. Good. Good, Elsa. Good, Abhishek. Good, Dhruv. Good, Toby. Good, 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 Vishnuji. Yes. Yes. ശ്രീ സാറേ, പ്രസന്റേഷനിലേ FY അടിക്കാവോ ഫുൾ സ്ക്രീൻ ആക്കാൻ വേണ്ടിയിട്ട്? പ്രസന്റേഷൻ മോഡില് അല്ല, അപ്പൊ ഫുൾ സ്ക്രീൻ അല്ലേ കാണുന്നേ? അല്ല, ഈ മൊബൈലിൽ കാണുന്നവർക്ക് കുറച്ച് ചെറുതാ. ആണോ? FY എന്ന് അടിച്ചു നോക്കി സാർ. ഇല്ല, ഇതിലാവില്ല. കാരണം സിസ്റ്റം വേറെ അല്ലേ. ഞാൻ വേണേ ഫുൾ സ്ക്രീൻ അതല്ല, ആ ഫുൾ സ്ക്രീൻ അല്ല ഉദ്ദേശിച്ചത്. ആ സ്ലൈഡ് ഷോ ഒന്ന് പ്രസ് ചെയ്താൽ മതി സാർ. ആ മുകളിൽ കാണുന്ന സ്ലൈഡ് ഷോ എന്നുള്ളതുണ്ടല്ലോ, ഒന്ന് പ്രസ് ചെയ്ത്. ഫ്രം ബിഗിനിങ് വേണ്ട, ഫ്രം കറന്റ്. അല്ല, അത് ഞാൻ മാറ്റാം. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? കാരണം എനിക്ക് മുന്നേ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ ഫോണില് കാണുന്നവർക്ക് അത് ചെറുതായിട്ട്. Okay, maybe because of that. Okay, great. My dear students, are you there? Are you there, my dear students? I am behind my commitment. ഈ 1 മണിക്കൂർ എനിക്ക് ഇസാഫും സാന്ത്വനയും കൂടി തന്ന ആ 1 മണിക്കൂർ എന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ഇത്രയും 200 ചില്ലാനും കുട്ടികൾക്ക് പരമാവധി എന്ത് കൊടുക്കാം എന്നുള്ളതാണ് എന്റെ കമ്മിറ്റ്മെന്റ്. ഒരു ബ്രേക്കും ഇല്ലാതെ പോകണം എന്നുള്ളതാണ് എന്റെ സെൽഫ് ഡിസിപ്ലിൻ. അതാണ് എന്റെ കൺസിസ്റ്റൻസി. ഇവിടെ ആകാശം പൊട്ടി വീണാലും ഐ ആം ഫോക്കസിങ് ഓൺലി ഓൺ മൈ വോയിസ്, മൈ എനർജി, മൈ അഡ്വൈസ്. I really want to spread a fire on you, my dear students. Are you ready? Are you ready? Yes. Let us continue. Thank you, Sriram. I am also having pleasure to find you, to make you my friend. Okay, no issue. Okay. ജീവിതത്തിൽ നമ്മൾ ചില ആളുകളെയും ചില പ്രസ്ഥാനങ്ങളെയും പരിചയപ്പെടുന്നത് നമ്മുടെ ലൈഫിലേക്ക് വെളിച്ചം കൊണ്ടുവരാനായിരിക്കും. യു ജസ്റ്റ് ടേക്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ. താങ്ക് യു. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് എന്നിട്ട് മതി നിങ്ങളുടെ സ്നേഹം ചൊരിയലൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us finish our class. Okay, good. So continuous improvement, break down big goals. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, എല്ലാ വലിയ ഗോളുകളും അച്ചീവ് ചെയ്യാനുള്ള ചവിട്ട് പടികൾ എന്ന് പറയുന്നത് സ്മോൾ സ്റ്റെപ്പാണ്. സോ ട്രൈ ടു വാല്യൂ സ്മോൾ സ്റ്റെപ്സ്. സ്മോൾ സ്റ്റെപ്പിനെ വില വെക്കാത്ത ആളുകളെല്ലാം അബദ്ധത്തിൽ ചെന്നുപോയി. ഓക്കെ, ക്ലിയർ. സ്മോൾ സ്റ്റെപ്സ്. ഇൻ ഓർഡർ ടു അച്ചീവ് ബിഗ് ഗോൾസ്, you should value, you should love, you should respect, you should be emotionally connected to your small steps towards the process, my dear students. മിക്ക കുട്ടികൾക്കും ഉള്ളില് പഠിക്കാൻ ഒരു ഡോപ്പമിൻ വർക്ക് ആവാത്തതിന് കാരണം I need full A+, I need 90%, but for that I need to take a long journey. Whatever I am doing now, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു അതൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ അല്ലടോ. എല്ലാ ജേണിയും, ഈ ജീവിതത്തിലുള്ള എല്ലാ യാത്രകളും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് തുടങ്ങുന്നതാണ്. So my dear students, let me tell you, with immense self-discipline and with immense consistency, my dear students, let me tell you, you just start small. It will become big. You just start small. Surely it is going to become big. How many of you are ready for that? How many of you are ready to start small? You just enjoy your small steps. You should enjoy your small steps. You should enjoy your small actions towards your goal, my dear students. Otherwise ഈ സൊസൈറ്റി, പാരന്റ്സ്, നമ്മുടെ ചുറ്റുപാടുകൾ എല്ലാവരും വലിയ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് എപ്പോഴും, സൂരജ്, you are not at all late. I will tell you. I can show you. You don't worry. Okay, yes. You didn't feel guilty regarding doing small steps, my dear students. Okay, tiny drops make mighty ocean. ചെറിയ activities accumulate ആവുമ്പോഴാണ് that will become a big goal, that will become a big achievement. So respect. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, എത്ര ഒരു ടൺ കണക്കിന് ഭാരമുള്ള വലിയൊരു ടാങ്കർ ലോറി, അതിന്റെ ഭാരം മുഴുക്ക ചുമക്കുന്നത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള എയർ ആണ്. ആ ചക്രങ്ങൾക്കകത്തുള്ള ഭാരമേ ഇല്ലാത്ത ആ എയർ ഒന്ന് പോയി കഴിഞ്ഞാൽ, എല്ലാ ടയേഴ്സൊന്നും എയർ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ട്രക്ക് നീങ്ങുവോ, പിന്നെ ആ ലോറി നീങ്ങുവോ? ഒരിക്കലും ഇല്ല. സോ ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ്, പ്ലീസ് ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് സ്മോൾ തിങ്സ് ഇൻ ലൈഫ്. സോ യു ഷുഡ് ലവ്, യു ഷുഡ് റെസ്പെക്ട്, യു ഷുഡ് ഗെറ്റ് ഇമോഷണലി കണക്റ്റഡ് to your small steps. Are you ready? How many of you are ready for that?
So hereafter, sir, I am going to love my small steps. Sir, here onwards, I am going to respect my small steps towards my goal. Sir, I agreed. Okay. Thank you, Ramya, Abhijit J, Abhishek. Thank you so much. Here we go. Okay, here we go. Yes. ഈ സ്ലൈഡ് ഒന്ന് നോക്കുക. ഇപ്പൊ ഞാൻ ഈ സ്ലൈഡ് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ പ്രോബ്ലംസ് ആണ് ഈ 4 പലരും ഇന്ന് സെഷൻ തുടങ്ങുമ്പോൾ എന്നോട് ചോദിച്ചതാണ്, സാറേ എന്റെ പ്രശ്നം, നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഇതിൽ ഏതിലെങ്കിലൊക്കെ പെടും. So I am going to, so I hope you have taken all these titles because I am going to use my board. അതാണ് എനിക്ക് കുറച്ചുകൂടി കൺവീനിയന്റ്. Ready? Yeah, here we go. So please tell me. പക്ഷേ പറയാം, ഇത് കഴിഞ്ഞ് പറയാം. പ്രോക്രാസ്റ്റിനേഷൻ ഒക്കെ ലേസിനെസിന്റെ തന്നെ. I will tell you. ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 4. What is the first one? ഞാൻ കാണിച്ച സാധനത്തിൽ ആദ്യത്തെ ബോർഡ് ആവുമ്പോ എന്നെ മുഴുവനായിട്ട് കാണാമല്ലോ അല്ലെ, അപ്പൊ ഒരു എനർജി. അതുകൊണ്ട് സാർ ബോർഡ് മതി, സ്ലൈഡ് വേണ്ടാന്ന് പലരും. ഓക്കെ, എല്ലാം ശരിയാക്കാം. രണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ടൈം ഈസ് ഗോയിങ്. പ്ലീസ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഐ തിങ്ക് ഓൺലി ലിമിറ്റഡ് ടൈം is with us. Okay, it will get finished by 10 or 15 minutes, please. So till that you just wait. Okay. So first point is overthinking. This is your problem, right? Problem, overthinking. And what is the second problem? What is second problem? Anxiety. Third, എടാ അപ്പോഴേ സ്ലൈഡ് കാണിച്ചില്ലേ, അതിന്റെയാണ് ചോദിച്ചത്. തേർഡ്, എന്റെ അമ്മ ഇഷ്ടം പോലെ മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലേ. യെസ്, പ്രോക്രാസ്റ്റിനേഷൻ. ഇതെല്ലാം നിങ്ങൾ ബുക്കിൽ എഴുതുക. What is fourth one? Stress. So എല്ലാ നമ്മുടെ പ്രശ്നങ്ങളും ഈ 4 ടോപ്പിക്കുകളിൽ വരാനാണ് സാധ്യത. Okay, Acha Bashir, already we had shown those slides. Please wait. So let me explain this. Okay, overthinking കുറെ ആലോചിച്ചു കൂട്ടും, ഒന്നും ചെയ്യില്ല. ഒരുപാട് ഐഡിയകളൊക്കെ ആലോചിച്ചു കൂട്ടും, ഒന്നും ചെയ്യില്ല. How to overcome this problem? Can anyone say? I will tell you, my dear students, the first and most method, the effective method to overcome overthinking is that please journal it. Write it. Overthinking മാറ്റാനുള്ള ഏറ്റവും വലിയ effective method ആണ് you just write it. Do things speedy. അത് ഒരു മെത്തേഡാണ്. You are right. Okay, പക്ഷെ എന്താണോ നിങ്ങൾക്ക് ഐഡിയാസ് വന്നത് അത് പെട്ടെന്ന് എഴുതിയിടുക. കാരണം ഈ കുറെ ആലോചിച്ച് കൂട്ടുമ്പോൾ ഒന്നും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാതെ പോകും. ഓക്കെ, യെസ്. ആങ്സൈറ്റി. എന്തുകൊണ്ടാണ് ആങ്സൈറ്റി വരുന്നത്? നോ ആക്ഷൻ. നമ്മൾ എഴുതി വെച്ച സാധനത്തിലേക്ക് നമ്മൾ ആക്ഷൻ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ആങ്സൈറ്റി. പേടി. ഓക്കെ, പേടി. ഓക്കെ, യെസ്. മൂന്നാമത്തെ പോയിന്റ്, പേടി എങ്ങനെ മാറ്റാൻ മക്കളെ? ആങ്സൈറ്റി. ഇതേപോലെ നമ്മൾ ടെൻഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ആങ്സൈറ്റി വരുന്നത്. ആങ്സൈറ്റി മാറ്റാൻ നമുക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. Sir, could you please do one thing? Please remove Acha Bashir from this class. I don't know who he is, but he is completely distracting the class. He started some
unnecessary discussions here. നമ്മൾ ആരും കുറ്റം മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എന്തിനാ കുറ്റം പറയുന്നത്? വേണ്ട, എന്നാ വേണ്ട സാർ, അയാൾ ഇനി ചെയ്യില്ല. കാരണം നമ്മൾ അധ്യാപകരല്ലേ, ഒരാൾക്ക് കൊടുക്കാം. ഡോണ്ട് ഫീൽ ബാഡ് അറ്റാ ബഷീർ. ഞാൻ ഒരിക്കലും മറ്റ് സ്ഥാപനങ്ങളെ കുറ്റം പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത്. ഇനി അങ്ങനത്തെ ഡിസ്കഷൻ മാറ്റിയിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, ഐ ആം റണ്ണിങ് ബിഹൈൻഡ് ദ ടൈം, പ്ലീസ്. യെസ്, നോ ഇഷ്യൂ. ഫസ്റ്റ് സോറി പറഞ്ഞ അതോടെ തീർന്നു, ഇനി സോറി ഒന്നും വേണ്ട. Leave it. Okay, so please don't put bad words or hard words on any other institute. Okay, so നമ്മൾ ഇതൊരു പ്ലാറ്റ്ഫോം അല്ലല്ലോ, ആരെയും കുറ്റം പറയണ്ട. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആകുമ്പോൾ സാധാരണഗതിയിൽ എന്നെ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആള് KBS അക്കാഡമിയുടെ ഓണർ സന്തോഷിക്കേണ്ടതാണ്. ബട്ട് അത് ശരിയല്ല. അതുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി ലൈഫ് അല്ലേ, ക്വാളിറ്റി പീപ്പിൾ അല്ലേ, ഉഷാറല്ലേ നമ്മള്. യെസ്, ലിസൺ. സോ ഓവർ തിങ്കിങ് മാറ്റാൻ നമ്മൾ എപ്പോഴും ആലോചിച്ച് കൂട്ടുന്ന ഐഡിയാസ് പെട്ടെന്ന് ജേർണൽ ചെയ്യാന്ന് പറയും. ജേർണൽ, JOURNAL, പെട്ടെന്ന് എഴുതി വെക്കുക. ഓവർ തിങ്കിങ് മാറ്റാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്. രണ്ടാമത്തെ, ആൻസൈറ്റി. നിങ്ങൾക്ക് പേടിയും ടെൻഷനും കൈയും കാലും വരയ്ക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ്. ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ആക്ഷൻ എടുക്കുക. ഞാൻ ഇപ്പോഴേ പറഞ്ഞല്ലോ തൊട്ട് മുന്നേ, സെൽഫ് ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസിയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു. യു ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ സ്റ്റെപ്സ്. സ്മോൾ സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആക്ഷൻ പഠിച്ചു തുടങ്ങുക, സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഓക്കെ, 3, എന്തുകൊണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യണം? മൈ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് മീ ടെൽ യു, യു ആർ ഹാവിംഗ് നോ പ്ലാൻ. പ്ലാൻ ഇല്ലാത്ത പൊട്ടന്മാരാണ്, പ്ലാൻ ഇല്ലാത്ത പൊട്ടികളാണ് മക്കളെ. പ്രോക്രാസ്റ്റിനേഷൻ എവിടുന്നാ ജനിക്കുന്നത്? സാറിതാ പറയുന്നു, എ പേഴ്സൺ വിത്തൗട്ട് പ്ലാൻ വിൽ ഓൾവേസ് പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? വ്യക്തമായ പ്ലാനും നാളെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇന്ന് വിവരമില്ലാത്തവരാണ്. അത് പിന്നെ ചെയ്യാവരാ. വ്യക്തമായ പ്ലാൻ ഉള്ളവർ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓ സാറേ, ഇപ്പോഴാണ് സാറേ എനിക്ക് എന്റെ പ്രശ്നം മനസ്സിലായത്. ഇനി നമ്മൾ പൊളിക്കും. ജനുവരി 28 2025 ഈ രാത്രി 7:30 മണിക്ക് തുടങ്ങിയ ക്ലാസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നു എന്റെ പ്രോക്രാസ്റ്റിനേഷന് കാരണം എനിക്ക് വ്യക്തമായ പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാൻ, മൈ ഡിയർ സ്റ്റുഡൻസ്. So many students are agreeing. Thank you so much, my dear students, for your instantaneous response. Yes, here we go. Then what about stress? This is also സ്വന്തമായിട്ട് ഒരു ദിവസത്തിനെ കുറിച്ച് പ്ലാൻ ഇല്ലാത്തവനെ എല്ലാവരും മുതലാക്കും. ഫ്രണ്ട്സ് മുതലാക്കും, റിലേറ്റീവ്സ് മുതലാക്കും. അച്ഛൻ പറയും കടയ്ക്ക് പോകുന്നു, അമ്മ പറയും കല്യാണത്തിന് കവർ കൊണ്ട് കൊടുക്കുന്നു. സ്വന്തമായിട്ട് പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് അവരൊരു പണി പറയുമ്പോൾ തിരിച്ച് നോ പറയാൻ സാധിക്കില്ല. ടു ബി ഫ്രാങ്ക്, മൈ ഡിയർ സ്റ്റുഡൻസ്, how many of you agree with me? So what? We will get oversaturated, we will get overloaded. Why? Because we are having no plan with us. തേജസ്, വ്യക്തമായ പ്ലാൻ ഉള്ളവര് നമ്മൾ നീട്ടിവെക്കാൻ കാരണം രണ്ടാമത്തെ സ്റ്റെപ്പ്, നോ ആക്ഷൻ. പ്ലാൻ ഉണ്ടായിട്ട് ആക്ഷൻ ചെയ്തില്ലെങ്കിലും ഇതല്ലേ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോനെ. ഇത് 4ഉം പരസ്പരം റിലേറ്റഡ് ആണ് മോനെ. നോ ഇഷ്യൂ at all. That is not a fault of you, my dear student. Okay, so God will be always with you, my dear student. You will be having a better future. All the best, my dear student. Atta Bashir, don't worry. Okay, പ്ലാനിനെ പറ്റി വേറെ സെഷൻ വെക്കാം. എനിക്ക് ആകെ 1 മണിക്കൂർ തന്നിട്ടുള്ളൂ. ഇപ്പൊ പോണ പോക്കിന് ഇനിയും 15 മിനിറ്റ് ഞാൻ എടുക്കേണ്ടി വരും. എന്റെ പൊന്നു മക്കളെ സഹകരിക്കും. 3ാമത്തെ സെഷനാണ്. എന്റെ എനർജി റെഡിലാ പോകുന്നത് ഇന്നത്തെ ദിവസം. പ്ലീസ്. യെസ്, ഗുഡ്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, കുറെ പേര് അവരുടെ പ്രശ്നങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മൈ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് മീ ടെൽ യു വൺ തിങ്. You may have 99 reasons for your failure. But my suggestion is, as a human being, you should find a 1%. You should have a 1% reason or 1 reason for your success. That will take you a friend. That will take you ahead in your life, my dear. 99 സാധനങ്ങൾ നിങ്ങളെ കരയിപ്പിക്കാനുണ്ടെങ്കിലും നിനക്ക് സന്തോഷിക്കാൻ നീ ഒരു സാധനം കണ്ടെത്താൻ കഴിഞ്ഞാൽ പൊന്നു മക്കളെ, ബാക്കി 99 നിന്റെ പിറകിലേക്ക് വലിച്ചെറിയാൻ നിനക്ക് പറ്റും. നിങ്ങൾക്ക് സങ്കടപ്പെടാൻ 99 റീസൺസ് ഉണ്ടെങ്കിലും ജയിച്ചു കയറാൻ നിനക്ക് ഒരു കാര്യം കമ്മിറ്റ്മെന്റോടുകൂടി, സെൽഫ് ഡിസിപ്ലിനോടുകൂടി, കൺസിസ്റ്റൻസിയോടുകൂടി, ഇതുപോലുള്ള പ്രോബ്ലം സൊല്യൂഷൻസോടുകൂടി നിനക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ യു ആർ ഗോയിങ് ടു മേക്ക് ഹിസ്റ്ററി, മൈ ഡിയർ സ്റ്റുഡൻസ്. യു ആർ ഗോയിങ് ടു ചേഞ്ച് ദ ഹിസ്റ്ററി. ടോട്ടലി നിങ്ങളുടെ മൊത്തം ജനറേഷനും രക്ഷപ്പെടും. ക്ലിയർ? 99 റീസൺ എന്നെ കഴിപ്പിക്കാനുണ്ടാവും. മാറ്ററല്ല, ഒരൊറ്റ റീസൺ ഞാൻ കണ്ടെത്തും സാർ. എന്റെ ദാറ്റ് വൺ ഡ്രൈവിംഗ് ഫോഴ്സ്,
that drive, that one reason, that is going to take me to further heights. Yes, കുറെ പേരുടെ നെറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ. എനിക്കും ഇസാഫ് സാന്ത്വന ഫൗണ്ടേഷൻ ഒന്നും നിങ്ങൾക്ക് നെറ്റ് തരാൻ പറ്റില്ല, ക്ലാസ്സിൽ തരാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിന്റെ റെക്കോർഡിംഗ് മിൻസാറോട് റിക്വസ്റ്റ് ചെയ്യാം, യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഇട്ട് തരാൻ. ദാറ്റ് ഐ ക്യാൻ ഡു. ഓക്കെ, യെസ് യെസ്. അപ്പോ നമുക്ക് ഒന്നുകൂടി സ്ലൈഡിലേക്ക് പോകണ്ട് സാറ്. മാറ്റിട്ട് കുറച്ച് എന്റെ മുഖം കാണാം, കുറച്ച് സ്ലൈഡ് കാണാം. ഓക്കെ, സെറ്റ് അല്ലേ? സാധാരണ ഗതിയിൽ എല്ലാ ട്രെയിനേഴ്സും എന്ത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ദേവിൽ ഹിയർ വി ഗോ. നിങ്ങൾക്ക് ആ മെത്തേഡിന്റെ പേര് മാത്രം നിങ്ങൾ എഴുതി വെക്കുക. എളുപ്പത്തിൽ പഠിക്കാനുള്ള മെത്തേഡ്സ് ആണ്. ആ ടെക്നിക്കിന്റെ പേര് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. I will explain it on board. I will explain it on board, please. A മെത്തേഡുകളുടെ പേര് Feynman technique, the Feynman technique, the Blurt method, Feynman technique, the Blurt method, Feynman technique, the Blurt method, Feynman technique, the Blurt method. Okay, ഈ രണ്ട് മെത്തേഡാണ്. ആ സ്ലൈഡ് ഇല്ലടാ, സാറിന്റെ ഫേസ് ചെറുതായി. അയ്യോ, ഓക്കെ, ഇപ്പൊ വലുതായല്ലോ. എന്തായിരുന്നു ടെക്നിക്കിന്റെ പേര്? ഒന്ന് പോസ്റ്റ് ചെയ്യ്, എനിക്ക് സ്പെല്ലിംഗ് ഓർമ്മയില്ല. പ്ലീസ് വേഗം. നീ എന്നെ ഇറക്കി വിടും സാർ. മണി മെയിൻ ആണോ എന്ന് അത് വരാട്ടോ, അവസാന ക്വസ്റ്റ്യനിലേക്ക് വരാം. മണി മെയിൻ അല്ല, പക്ഷെ നമുക്ക് ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ മണി നമ്മുടെ പിറകിൽ വരും. വൃത്തിയായിട്ട് നമുക്ക് സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മണി എന്ന് പറയുന്ന സാധനം നമ്മുടെ ബാക്കിൽ വരും. മണി മെയിൻ ആണ്, പക്ഷെ മണിയേക്കാൾ മേലെ പർപ്പസ് ഉണ്ടെങ്കിൽ മണി വിൽ ഫോളോ യു. നോട്ട് ദാറ്റ്. പിന്നെ എഡ്യൂക്കേഷൻ ആണ് ഉദ്ദേശിച്ചത്, പഠിക്കുന്നത് പൈസക്കാണെന്ന് ഉദ്ദേശിച്ചെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ റോങ്. എഡ്യൂക്കേഷൻ ഗീവ്സ് us സെൽഫ് കോൺഫിഡൻസ്. എഡ്യൂക്കേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും ഏത് പ്രശ്നങ്ങളും, ദൈവങ്ങൾ പോലും പല പ്രശ്നങ്ങളും അതിജീവിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ ദൈവങ്ങളായിരിക്കുന്നത്. അപ്പൊ ഏത് പ്രശ്നം വന്നാലും നമുക്ക് അതിജീവിക്കാനുള്ള ആ ഒരു വെപ്പണാണ്, ഒരു ടൂളാണ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇഫ് യു ഹാവ് എഡ്യൂക്കേഷൻ, you can overcome any problem that you are facing in your life. So you got the importance of education, my dear student, not money. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ ആത്മവിശ്വാസം, നമുക്ക് ഏത് പ്രശ്നം വന്നാലും അതിജീവിക്കാനുള്ള നമ്മുടെ ഒരു വെപ്പണാണ്, നമ്മുടെ ഒരു ടൂളാണ് എന്ത്? എഡ്യൂക്കേഷൻ. അങ്ങനെ കണ്ടാൽ മതി. യെസ്, ഹിയർ വി ഗോ. സർ ഓൺലി 2 minutes. തൊപ്പി ലാസ്റ്റ് ഇത് കഴിഞ്ഞു. ഇതെപ്പോ തരും? ജസ്റ്റ് 2 minutes. യെസ്, Feynman method. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? യെസ്, Feynman. What is this? Easy method to study. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് എടുക്കുക. രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ രണ്ട് മെത്തേഡ് കൊണ്ട് വന്നേ ഉള്ളൂ, സമയം കുറച്ചല്ലേ ഉള്ളൂ. Feynman മെത്തേഡിലെ പൊന്നു മക്കളെ, Feynman മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് എടുക്കുക, ആ കോൺസെപ്റ്റിനെ അതിലുള്ള എല്ലാ ഒഫീഷ്യാലിറ്റി, ഞാൻ അതിന് കൊടുത്ത വാക്ക് ഒഫീഷ്യാലിറ്റി, ഗ്രാമർ മറിച്ചൊക്കെ മാറ്റിയിട്ട് നിന്റെ ഭാഷയിലേക്ക് കൊണ്ടുവരിക. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയും, നീ പഠിച്ചൊരു കോൺസെപ്റ്റ് നിനക്ക് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ നിന്റെ മദർ ടങ്, മാതൃഭാഷയിൽ ആ കോൺസെപ്റ്റ് നിനക്ക് പറയാൻ പറ്റും. മാതൃഭാഷയിൽ നിനക്ക് ആ കോൺസെപ്റ്റ് പറയാൻ പറ്റുമ്പോഴാണ് നമുക്ക് മനസ്സിലായി എന്ന് പറയുന്നത്. അല്ലാതെ ഇംഗ്ലീഷിൽ ബൈഹേർട്ട് ചെയ്ത് പറയുന്നതല്ല എഡ്യൂക്കേഷൻ. ഓക്കെ, സോ യു ലീവ് ഇറ്റ്, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് മോർ. ഒരു കോൺസെപ്റ്റ് എടുക്കുന്നു, കഷ്ടമുള്ള കോൺസെപ്റ്റ്, അതിൻ്റെ ഉള്ളിൽ ഒരു ക്രക്സ് ഉണ്ടാവും ഓർത്തെടുക്കാനുള്ളത്. ഫോർ എക്സാമ്പിൾ, കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക് ഉണ്ട്, എൻട്രോപ്പി. കെമിസ്ട്രിയിൽ എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. ഓക്കെ, എന്താ എൻട്രോപ്പി? മെഷർ ഓഫ് ഡിസോർഡർ എന്നാണ്. കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അതിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? എത്ര ഡിസോർഡർ ആണ്, കുറ്റങ്ങളോ കുറവുകളോ, റാൻഡംനെസ്. വെരി ഗുഡ് അഭിഷേക്, വി ആർ ഹാവിംഗ് ഇൻ കെമിസ്ട്രി. ഓക്കെ, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഡിസോർഡർ എന്നാണ് അർത്ഥം. അപ്പൊ എൻട്രോപ്പി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എൻട്രോപ്പി, മെഷർ ഓഫ് ഡിസോർഡർ മറന്നുപോലോ. അപ്പൊ എൻട്രോപ്പി, ഒരു കെട്ട് കാർഡ്, ചീട്ടില്ലേ, നമ്മൾ ചീട്ട് കളിക്കില്ലേ, ഒരു കെട്ട് കാർഡ് എടുക്കുക, ഒരു കെട്ട് കാർഡ് എടുത്തിട്ട് ചറവറാന്നിട്ട് കഴിഞ്ഞാൽ അവിടെ ഫുൾ ഡിസോർഡർ ആവും. അപ്പൊ അവിടുത്തെ എൻട്രോപ്പി മാക്സിമം ആണ്. നേരെ മറിച്ച് ഒരുവിധം അടുക്കി വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എൻട്രോപ്പി മിനിമം ആണ്. അപ്പൊ എൻട്രോപ്പി എന്ന് ആലോചിക്കുമ്പോൾ ആ കാർഡ്, അതിന്റെ ഡിസോർഡർനെസ്, നമ്മളിവിടെ എൻട്രോപ്പി ആലോചിക്കുന്നില്ല, ഫിസിക്സ് ആലോചിക്കുന്നില്ല, കെമിസ്ട്രി ആലോചിക്കുന്നില്ല, ഒന്നും ആലോചിക്കുന്നില്ല. വി ആർ ഫോക്കസിങ് ഓൺ ദാറ്റ് ഡിസോർഡർഡ് കാർഡ്. So this is that relativity. You should find everything interesting to you, to all complicated concepts.
അതാണ് എൻ്റെ ഒരു ടീച്ചിങ് മെത്തഡോളജി. അങ്ങനെയാണ്. അത് എൻ്റെ ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയാം. ഏതൊരു കണ്ടന്റ് ഞാൻ ഡെലിവർ ചെയ്യുമ്പോഴും അതിലേക്ക് ഞാൻ ഈ മെത്തേഡ് കൊണ്ടുവരും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഏറ്റവും ലളിതമായ മേക്ക് ഇറ്റ് സിമ്പിൾ ആൻഡ് ഈസി മൈ ഡിയർ സ്റ്റുഡൻസ്. ഏത് വലിയ കോംപ്ലിക്കേറ്റഡ് സ്ഥാപനം ആയിക്കോട്ടെ, മേക്ക് ഇറ്റ് സിമ്പിൾ ആൻഡ് ഈസി, make it relatable to you, make it relatable to you. You just forget about mark, you just forget about all complications, you just come up with a simple and easy method to memorize by relating it with you or some other story or with your story, parent story, whatever it may be. അതാണ് എന്ത് മെത്തേഡ്? ഫെയ്ൻമാൻ മെത്തേഡ്. അടുത്ത മെത്തേഡ് ഏതായിരുന്നു മക്കളെ? അടുത്ത മെത്തേഡ് ഏതായിരുന്നു? ബ്ലഡ് മെത്തേഡ് ആണോ? എന്ത് മെത്തേഡാ? ആണോ? യെസ്, ബ്ലഡ് മെത്തേഡ്. വാട്ട് ഈസ് ദിസ്? സോ സിമ്പിൾ. ഈ മെത്തേഡ് റിവിഷൻ സമയത്താണ് മാക്സിമം യൂസ് ആവും. സാർ വി ചാർജ് 90%. ഇപ്പൊ കഴിയും. യു ഡോണ്ട് വറി. ഈ മെത്തേഡ് റിവിഷൻ ആണ് ഉപയോഗിക്കുക. എന്താ സംഭവിച്ചത്? ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. പലരും എന്നോട് പറയാറുണ്ട്, സാർ മറന്നു പോണു സാർ, പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ പകുതി ചെക്ക് ആവണു സാർ, അവിടുന്ന് മുന്നോട്ട് പോകണില്ല സാർ, എഴുതുന്ന ബ്ലോക്ക് ആവണു സാർ. ആ ബ്ലോക്കിനുള്ള മെത്തേഡാണ് ബ്ലഡ് മെത്തേഡ്. ബ്ലോക്കിനെ പൊട്ടിക്കാനുള്ള മെത്തേഡാണ് ബ്ലഡ് മെത്തേഡ്. ഇവിടെ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞിരിക്കട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓക്കെ തൊപ്പി, ഐ അഗ്രീഡ്, ഇത് കഴിയാറായി. ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് മൈ സെഷൻ. പ്ലീസ് വെയിറ്റ്. ഓക്കെ, നിങ്ങളൊക്കെ എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഒരു നിവൃത്തിയില്ല. നമുക്ക് ഇനിയും സെഷൻസ് ഇസാഫും സാന്ത്വനയും കൂടി വെച്ച് തരട്ടെ. ഐ വിൽ ബി വിത്ത് യു. ഓക്കെ, യു ഡോണ്ട് വറി. ഓക്കെ, യെസ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഹിയർ വി ഗോ. ബ്ലഡ് മെത്തേഡ് റിവിഷൻ സമയത്ത് പലരും പഠിച്ചത് ഓർമ്മ വരില്ല എന്ന് പറയും. മക്കളെ, റിവിഷൻ യൂസ് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് ബ്ലഡ് മെത്തേഡ്. കാരണം ഒരു വലിയ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുക. ഒരു വലിയ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് നിങ്ങൾ ബാക്കിയെല്ലാം ഒരു വലിയ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ക്വസ്റ്റ്യനെ പറ്റി എന്തൊക്കെ വേർഡ്സ് ഓർമ്മ വരുന്നോ അതെല്ലാം ചെറുതാക്കി എഴുതുക. ബാക്കിയെല്ലാം ഇവിടെ റെസ്ട്രിക്ഷൻസ്, പ്ലീസ് ടേക്ക് അവേ യുവർ റെസ്ട്രിക്ഷൻസ്. പ്ലീസ് ത്രോ യുവർ റെസ്ട്രിക്ഷൻസ്. ഒരു ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ ആണോ പ്രശ്നം, എവിടെയാണോ ബ്ലോക്ക് വരുന്നത്, ആ സാധനം എടുത്തിട്ട് ആ ക്വസ്റ്റ്യനെ പറ്റി എനിക്ക് എന്തൊക്കെ ഫോട്ടോസിന്തസിസ്, ഓക്കെ, പ്ലാന്റിന്റെ ഫുഡ് ഉണ്ടാക്കാനുള്ള മെത്തേഡാണ്. പിന്നെ അതിൽ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഗ്രീൻ കളർ, ക്ലോറോഫിൽ. ഒരു ക്വസ്റ്റ്യനെ പറ്റി ഭ്രാന്തന്മാരെ നിങ്ങൾ മനുഷ്യത്താൽ പറയണ പോലെ, മോഹൻലാൽ പറയണ പോലെ, അതന്നെ. യെസ്, ഏത് മെത്തേഡിലൂടെ ഞാൻ പോകും. അപ്പൊ ഒരു ഫോട്ടോ, ഏതൊരു കോൺസെപ്റ്റ് ആണോ നമ്മൾ ബ്ലോക്ക് വരുന്നത്, റിവൈസ് ചെയ്യാൻ കഷ്ടപ്പെടുന്നത്, അതിനെ പറ്റിയുള്ള എല്ലാ ചെറിയ കുട്ടി സാധനങ്ങളെല്ലാം എഴുതി വെക്കുക പേപ്പർ. എന്നിട്ട് നമ്മൾ ആ ഒറിജിനൽ നോട്ട് ശരിക്കത്തെ ആൻസർ എടുത്തിട്ട് കമ്പയർ ചെയ്യുക. എന്തൊക്കെ വിട്ടു നോക്കുക, എഗൈൻ ക്ലോസ് ഇറ്റ്, എഗൈൻ ഡു ഇറ്റ് വൺസ് മോർ. ദാറ്റ് ഇസ് ബ്ലഡ് മെത്തേഡ്. അപ്പൊ നമുക്ക് ആ ഗ്രാമറും ഇടയിലുള്ള കണക്ഷൻ സെന്റൻസ് ഒക്കെ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കും. ഇതാണ് മിക്കവരും ചെയ്യാറുള്ളത്. സൂപ്പർ മെത്തേഡ്, വൺ ഓഫ് ദ പ്രൂവൻ മെത്തേഡ്, ആൻഡ് ദാറ്റ് ഈസ് ദ ക്ലൈമാക്സ് ഓഫ് my story, my today's session. My dear students, please follow blood method. It is very fantastic, it is very nice, my dear students. Once again I tell you, even though you are having 99 reasons for your failure, please find 1% chance for success. My dear students, let me tell you, നിങ്ങൾ നടന്നു പഠിച്ചത് ഒത്തിരി തവണ വീണിട്ടാണ്, സംസാരിക്കാൻ പഠിച്ചത് ഒരുപാട് കുളമാക്കിയിട്ടാണ്, നാക്ക് കൊഴിഞ്ഞിട്ടാണ്, കമിഴാനും മുട്ടുകുത്താനും പഠിച്ചത് ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടാണ്. വീഴ്ചകൾ ഒരിക്കലും പെർമനന്റ് അല്ല. You just wake up and get set, go. Ready, my dear students? Here is your call. Ready? 1 2 3 start. You just go. We the teachers, we the mentors, we the motivation peoples, we the influencers are with you, my dear students. Don't worry. That's all. ഒന്നുകൂടി പറയാം. കുറെ പേര് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്റെ നമ്പർ ഇതാണ്, വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഇനി ഇതുപോലത്തെ മോട്ടിവേഷണൽ വീഡിയോസ് പെട്ടെന്ന് ഒരു ആക്റ്റീവ് ആവാൻ എന്തെങ്കിലും ഒരു പർപ്പസ് ഒരു വേണമെന്നുണ്ടെങ്കിൽ ദ സ്റ്റുഡന്റ് മെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലും ഇൻസ്റ്റാ പേജും ഉണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ടെൻഷൻ വരുമ്പോൾ നോക്കിയാൽ മതി. യൂട്യൂബ് ചാനലും ഉണ്ട്, ഇൻസ്റ്റാ പേജും ഉണ്ട്. എന്നെ എന്തായാലും എക്സാം ടൈമിൽ ചിലപ്പോൾ എന്നെ വിളിച്ചാൽ കിട്ടണമെന്നില്ല കേട്ടോ. എക്സാം സമയത്ത് എന്നെ വിളിച്ചാൽ കിട്ടണമെന്നില്ല. നിങ്ങൾ വിളിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. എന്തെങ്കിലും അക്കാഡമിക് ആവശ്യമോ ബാക്കി മോട്ടിവേഷൻ ആവശ്യമോ സെൽഫ് കൗൺസിലിംഗ് ഒക്കെ ആണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് വിൻസാർ ഓർ മറീന മാഡം. ഓക്കെ, ഇത് ഇൻസ്റ്റാ പേജും ഉണ്ട്, യൂട്യൂബും ഉണ്ട്. ഇതിൽ ഞാൻ കുറെ ഇതേപോലത്തെ 30 സെക്കൻഡിന്റെ യൂട്യൂബ് ചാനലും ഉണ്ട്. ഇതിൽ 30 സെക്കൻഡ്സിന്റെ നിങ്ങളെ ഒന്ന്
നിങ്ങൾ ഒന്ന് അടിപൊളിയാക്കാനുള്ള കുട്ടി കുട്ടി വീഡിയോസ് ഞാൻ കുറെ ഇട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് ബോറടിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ചാർജ് ആവും, വീണ്ടും നിങ്ങൾ റീചാർജ് ആവും, വീണ്ടും നിങ്ങൾ റീചാർജ് ആവും, വീണ്ടും നിങ്ങൾ ദീപക് ഐ വിൽ ഗിവ് യു, ഡോണ്ട് വറി ദീപക്, വെരി ഇമ്മീഡിയറ്റ്ലി ഐ ആം ഗോയിങ് ടു ഗിവ് യു. ഓക്കെ ഓക്കെ, സോ മെനി ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ്, സോ മെനി ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ്. സോ കുറെ പേരുടെ ബാറ്ററി ചാർജ് 7% വിൻസാറെ, അവരൊക്കെ കട്ടായി പോണതിന് മുമ്പ് ബ്ലേർട്ട് മെത്തേഡ് ഒന്നുകൂടി പറയാമോ? തീർച്ചയായും. എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. എന്റെ പേര് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലപ്പാ. നമുക്ക് അടുത്ത് നോക്കാം. ബ്ലേർട്ട് മെത്തേഡ് ആലോചിച്ചു. ഇതാണ് ബ്ലേർട്ട് മെത്തേഡ്. നമ്മളൊരു വലിയ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡ്സ്, ഏറ്റവും ഇമ്പോർട്ടന്റ് വേർഡുകൾ, ഗ്രാമർ, ഈസ്, വാസ്, ഫുൾ സ്റ്റോപ്പ് ഒക്കെ വിടുക. നമ്മളത് പഠിച്ച ശേഷം പുസ്തകം അടച്ചു വെക്കുക, ഒരു പേപ്പർ എടുക്കുക, റഫ് ഷീറ്റ് എടുക്കുക. ആ ക്വസ്റ്റ്യനെ റിലേറ്റഡ് ആയിട്ട്, ആ ഒരു ക്വസ്റ്റ്യനെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നമ്മൾ എഴുതുന്നുണ്ടോ അതെല്ലാം നമ്മൾ, എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ടോ അതെല്ലാം നമ്മൾ എഴുതുക. ചെറിയ ചെറിയ വേർഡ്സ് കംപ്ലീറ്റ് നമ്മൾ എഴുതുക. കംപ്ലീറ്റ്. തൊപ്പി, ഐ വിൽ ഗെറ്റ് സർ, മൈ ബ്രദർ ഈസ് റൈറ്റിംഗ് JEE exam. JEE or JAM? Topi, that means JEE means joint entrance exam. You mean that? JEE exam, IIT entrance. Am I right? Yes, Topi. Yes, good. മോനെ ഇത് കഴിയട്ടെ. അപ്പൊ ബ്ലേർട്ട് മെത്തേഡ് ഒന്നുകൂടി. Clownish kids in my class. That is a topic. ഇത് സാറേ ഒരു ഫുൾ ഡേ വെച്ചിട്ട് ഇവരെയൊക്കെ ഹാപ്പി ആക്കി വിട്ടാലേ സമ്മതം. എന്നാലും അവർക്ക് ചാർജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും 1 മണിക്കൂർ എന്റെ സ്ട്രെസ്സും ത്രോട്ട് ഇൻഫെക്ഷനും വെച്ചിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് എത്ര പറ്റുമോ അത്രയും ഞാൻ സ്പീഡിൽ സംഭവങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എനിവേ, എല്ലാവർക്കും പരിമിതികൾ ഉണ്ടാവും. ഐ ആം ഓൾസോ ഹാവിംഗ് മൈ ബൗണ്ടറി, മൈ ലിമിറ്റേഷൻ. മൈ ഡിയർ സ്റ്റുഡൻസ്, വൺസ് അഗൈൻ ഐ ആം ടെല്ലിംഗ് യു, യു ജസ്റ്റ് പുഷ് യുവർ ബൗണ്ടറി. ഇന്ന് തൊട്ട് എപ്പോഴും ഓർക്കേണ്ടത് പുഷ് ബ്രേക്ക് യുവർ ബൗണ്ടറി. കുത്തിപ്പൊളിക്കട ബൗണ്ടറി. നീ എന്തിനാ നിനക്ക് കടിക്കാനിട്ട് ഉള്ളിലിരിക്കണേ? യു ജസ്റ്റ് പുഷ്, യു ജസ്റ്റ് ബ്രേക്ക് യുവർ ബൗണ്ടറീസ്, കം ഫ്രം യുവർ കംഫർട്ട് സോൺ. You are going to win surely. All blessings will be with you, my dear students. This is ബ്ലേർട്ട് മെത്തേഡ്. കുട്ടി കുട്ടി കീവേഡ്സ് എഴുതി വെക്കുക. അതിൽ വിട്ടുപോയത് ഏതാണെന്ന് ശരിക്കത്തെ വെച്ചിട്ട്, വിട്ടുപോയത് എന്താണെന്നുള്ളത് ഒന്നുകൂടി എടുത്തു വെച്ചിട്ട് നമ്മൾ നോക്കുക. ഓക്കെ, യെസ്. മോനെ തൊപ്പി, JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഞാൻ അതെന്റെ KBS അക്കാഡമി പേജിൽ നാളെയോ മറ്റന്നാളായിട്ട്, അല്ലെങ്കിൽ ഇന്നോ നാളെയായിട്ട് പോസ്റ്റ് ചെയ്യും. അത് ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ഇപ്പൊ പഠിച്ചിട്ട് പോകാൻ പറയും. 2 ദിവസം കൊണ്ട് വേറെ ഒന്നും നടക്കില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ, ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ പഠിച്ചിട്ട് പോകാൻ പറയുക. എന്നിട്ട് 1-2 മോക്ക് ടെസ്റ്റ്, ഫ്രീ മോക്ക് ടെസ്റ്റ് നമ്മുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. അത് കയറി ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറയുക. പിന്നെ ഓൾ ദി ബെസ്റ്റ്. ഏപ്രിലിൽ ലാസ്റ്റ് സെഷൻ വരുന്നുണ്ട്. അതിന് മുമ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മോൻ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഐ വിൽ ഹെൽപ്പ് യു. ഇപ്പൊ നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട്. ഈ കിട്ടിയ സമയം കൊണ്ട് പരമാവധി ഈ ലിങ്ക് ഞാൻ സാറോട് പോസ്റ്റ് ചെയ്യാൻ പറയാം. കുറെ പേര് എനിക്ക് ഇൻഡിവിജ്വലി പോസ്റ്റ് ചെയ്തു, വിൻസാറെ ഇന്റർനെറ്റ് കഴിഞ്ഞു, ചാർജ് കഴിഞ്ഞു, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, സ്കൂളിൽ ക്ലാസ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ മനഃപൂർവ്വം പോയതല്ല. എന്തൊക്കെയാണെങ്കിലും പിള്ളേർക്ക് ഇതിന്റെ ലിങ്ക് കൊടുക്കണം. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഇനി കണ്ടിന്യൂസ് സെഷൻ വേണമെങ്കിൽ നമുക്ക് ഇനിയും ഗ്യാപ്പ് കിട്ടിയാലൊന്ന് വെക്കാം. താങ്ക് യു സോ മച്ച് മൈ ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു സോ മച്ച് ഫോർ tolerating Srijit sir, chairman of KBS Academy, this much time in your precious time. Your time is very valid. So I am signing off. I am stopping my class. Thank you so much. Vin sir, over to you. Marina madam, over to you. What a fantastic session that was. Thank you, sir. Thank you very much, Srijit sir. സാറിന്റെ തൊണ്ടയൊക്കെ ഒത്തിരി പ്രശ്നമായിരുന്നു. എന്നാലും സാറ് ഇത്രയും സമയം ഒത്തിരിയും എഫേർട്ട് എടുത്ത് പല കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്തു. സോ താങ്ക് യു വെരി മച്ച് സർ. കുട്ടികൾക്ക് എല്ലാവർക്കും, ഈ മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായിട്ട് ആയി എന്ന് കരുതുന്നു. അപ്പൊ സാർ ഒത്തിരിയും കാര്യങ്ങൾ പറഞ്ഞു, കമ്മിറ്റ്മെന്റിനെ കുറിച്ചും ബെറ്ററിങ് യുവർ സെൽഫിനെ കുറിച്ചും, ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും, ലോട്ട് ഓഫ് തിങ്സ്. അപ്പം കുറെയൊക്കെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓരോരുത്തരും അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും ഇന്ന് ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഒരു കാര്യം നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇപ്പൊ ഒന്ന് ഇടാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് 1 thing that you are going to act on. ഞാൻ ഇന്നു മുതൽ ഇന്ന കാര്യം ചെയ്യും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ച് പേരെങ്കിലും ചാറ്റ് ബോക്സിൽ ഇടുമെങ്കിൽ that will be a big feedback to sir as well as us, ഞങ്ങൾക്കും. അപ്പം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് വരൂ. നല്ല മിടുക്കരും മിടുക്കികളും സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് ജീവിതത്തിൽ വരും. തീർച്ചയാണത്, ഷുവറാണ്. അപ്പം സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൂടുതൽ എന്തെങ്കിലും അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ട ആ ഒരു പോസ്റ്ററിനകത്ത് ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട്. ആൻഡ് ഇസാഫ് സാന്ത്വനയ്ക്ക് ഒരു കൗൺസിലിംഗ് ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു കൗൺസിലിംഗ്
നമ്പറും ഉണ്ട്. ഇറ്റ്സ് എ ടെലി കൗൺസിലിംഗ് നമ്പർ. അപ്പൊ ഈ നമ്പറും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. സാറിനെ കിട്ടിയില്ലെങ്കിലും ഞങ്ങളെ കിട്ടും. അപ്പം ദിസ് ഇസ് 9745556222. ഈ നമ്പർ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ആൻഡ് പ്ലീസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സജസ്റ്റ് ചെയ്യുക നമ്പർ. സോ താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു വെരി മച്ച് ശ്രീജിത്ത് സർ ഫോർ ലീഡിങ് ദ സെഷൻ. ആൻഡ് ഓൾസോ ഇന്ന് വന്ന് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് എല്ലാവർക്കും തുടക്കം മുതൽ അവസാനം വരെയും ഒത്തിരി മെജോറിറ്റി ഓഫ് ദ കുട്ടികൾ ലാസ്റ്റ് വരെ ഇരുന്നു. സോ താങ്ക് യു വെരി മച്ച് ഓൾ സ്റ്റുഡൻസ്. ഓൾ ദി ബെസ്റ്റ്. ഇനിയും നമുക്ക് ഇങ്ങനെ ഒരു സെഷൻ വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും അറിയിക്കാം. എനിത്തിങ് എൽസ് വിൻ സർ? Nothing. Once again, മാം, ആ കൗൺസിലിംഗ് നമ്പർ ഒന്നുകൂടി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യുസേറ ഈസ് ആസ്കിംഗ് ഫോർ ദാറ്റ് Yeah. കൗൺസിലിംഗ് നമ്പർ. സോ ഇഫ് നമ്പർ കാണാമോ? yes ma'am, it is visible. Yeah, okay. Yusaira, please take down that counseling number and note it, and you can make use of this opportunity, please. Yeah, ഇതാണ് ഞങ്ങളുടെ നമ്പർ. വി ആർ അവൈലബിൾ, ബട്ട് ട്രൈ ടു കോൾ Yes, us ma'am. ബിഫോർ 6 o'clock in the evening. അത് കഴിഞ്ഞിട്ട് വിളിച്ചാലും we will be happy to take. In case ഞങ്ങൾ എടുത്തില്ലെങ്കിൽ you will get a call back the very next day. അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഓപ്പർച്യൂണിറ്റിയിൽ we'll give you a call back. അപ്പം ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടും പറ്റും. സോ താങ്ക് യു വെരി മച്ച് എവ്രിവൺ. താങ്ക് യു വൺസ് അഗൈൻ ശ്രീ സർ. പ്രത്യേകിച്ച് അടുത്ത വർഷമൊക്കെ എക്സാം എടുക്കുന്നതിന് മുന്നേ സ്റ്റുഡൻസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, if your principal or HM they are willing to host a offline class, we can plan through ISAF Santhana. ശ്രീ സാർ ഒക്കെ പ്രത്യേകിച്ച് അവൈലബിൾ ആയിരിക്കും. ഈ ഓൺലൈൻ ക്ലാസ് വി ക്യാൻ എക്സ്റ്റെൻഡ് ടു ഓഫ്ലൈൻ. ഓക്കെ, അത് നിങ്ങളുടെ സ്കൂൾ പല സ്കൂളിലും സാറൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ there are many students which are not, who are not from Palakkad, even from outskirts of Palakkad. അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യു convey this good feedbacks with your school authorities. Through your authorities, let them approach us. പ്രത്യേകിച്ച് ഈ ഓഫ്ലൈൻ ക്ലാസ് നമ്മുടെ സ്കൂളിൽ നടത്താനായിട്ട് പറ്റും. പ്രത്യേകിച്ച് മാഡം പറഞ്ഞ പോലെ ISAF ഹാസ് ഗോട്ട് എ സെപ്പറേറ്റ് പ്രോഗ്രാം ഫോർ ദാറ്റ്. ഓക്കെ, സാറെ പോലെയുള്ള faculties നമ്മൾ ക്ലാസ് എടുത്ത് തരും ചെയ്യും. Okay, so once again Sri sir, a big thank you and good night to all. So shall we wind up the session, end this session?